2025 ആഗസ്റ്റ് 30 കേരള PSC നടത്തിയ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്ക് കേരള PSC നടത്തിയ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 1. ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഉത്തരം ദാമോദര ചാക്യാർ. 2. ബഹിഷ്കൃത ഭാരതി എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? ബഹിഷ്കൃത ഭാരതി എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? ഉത്തരം BR അംബേദ്കർ. 3. വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം C ആണ്, സമാധാനം, ഭൂമി, അപ്പം. 4. ദേശീയ സുരക്ഷാ സേന ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ദേശീയ സുരക്ഷാ സേന ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം B ആഭ്യന്തര മന്ത്രാലയം. 5. താഴെ പറയുന്ന ഏത് മർദ്ദവലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങൾ ഉള്ള പ്രദേശമായ ഡോൾ ഡ്രംസ് കാണപ്പെടുന്നത്? താഴെ പറയുന്ന ഏത് മർദ്ദ വലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങൾ ഉള്ള പ്രദേശമായ ഡോൾ ഡ്രംസ് കാണപ്പെടുന്നത്? ഉത്തരം B ആണ്, ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ വലയം. 6. താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം B ആണ്, 2ഉം 3ഉം ആണ്. 2 താപ്തി, 3 നർമ്മദ. 7. താഴെ പറയുന്നവയിൽ കേരളത്തിൽ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? ഉത്തരം C PG ജലസേചന പദ്ധതി. 8. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ഉത്തരം C ആക്സിയം ദൗത്യം 4. 9. പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം A ആണ്, 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. 10. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ഉത്തരം B ആണ്, സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. 11. രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? ഉത്തരം D ആണ്, 18%. 12. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണ്? ഉത്തരം B പഞ്ചാബ്, ഹരിയാന. 13. ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിന്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിന്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഉത്തരം A ആണ്, 1ഉം 4ഉം ആണ്. 1. പ്രാപ്തമാക്കുന്ന നിയമത്തിന്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി അധികാരമുണ്ട്. 4. കേരളത്തിൽ നിയുക്ത നിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. 14. ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിന്റെ സമീപനം ബഹുതല സ്ഥാപന ഘടനയെയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണ സ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെ പട്ടിക പരിഗണിക്കുക. ഉത്തരം B ആണ് കേട്ടോ, ഒന്നാമത്തെ 1 തന്നെയാണ്.
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാതല പ്രതികരണ ദുരന്ത നിവാരണത്തിന്റെ പങ്ക് ജില്ലാതല പ്രതികരണ പദ്ധതികൾ അനുമതി നൽകുന്നതിനുള്ള അന്തിമ അധികാരം. രണ്ടാമത്തെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. രണ്ടാമത്തെ രണ്ടിനെയാണ് ജില്ലാ കളക്ടർ നയിക്കുകയും പ്രാദേശിക തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തത് മൂന്നിനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സേനയുമായി ഏകോപിക്കുക. നാലാമത്തന്നെയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാന ആസൂത്രണത്തിലേക്ക് ദുരന്ത സാധ്യത ലഘൂകരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ശരിയായി പൊരുത്തങ്ങൾ. അപ്പോൾ ഒന്നിനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണത്തിന്റെ പങ്ക് ജില്ലാതല പ്രതികരണ പദ്ധതികൾ അനുമതി നൽകുന്നതിനുള്ള അന്തിമ അധികാരം. രണ്ടാമത്തെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർ നയിക്കുകയും പ്രാദേശിക തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സേനയുമായി ഏകോപിക്കുക. നാലാമത്തത് സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാന ആസൂത്രണത്തിലേക്ക് ദുരന്ത സാധ്യത ലഘൂകരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. 15 കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായി ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായി ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഉത്തരം സി ആണ്. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥതയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. 16 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഉത്തരം എ ആണ്. 2, 3 ശരി. രണ്ടാമത്തത് KSBയുടെ ഉപദേശക പങ്ക് പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. മൂന്നാമത്തത് KSBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നതാണ്. 17 കേരളത്തിന്റെ ഗവേണൻസ് സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറഞ്ഞതിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിന്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഉത്തരം എ ആണ്. 1, 2, 4. 1 വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയകളുമായി ഗവേണൻസിന്റെ സംയോജനം. 2 ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള സ്വയംഭരണ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ സാങ്കേതിക പിന്തുണ. അടുത്തത് 4 പൗരസേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം. 18 2024 കേരള സർക്കാർ കാലാവസ്ഥ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന് ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിന്റെ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെ പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായത് വിവരിക്കുന്നത്? 2024 കേരള സർക്കാർ കാലാവസ്ഥ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന് ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിന്റെ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെ പറ്റി താഴെ പറഞ്ഞ സവിശേഷതകളിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചത്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചത്. ഉത്തരം ബി ആണ്. 1, 3, 4. 1 കാലാവസ്ഥ പൊരുത്തപ്പെടൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതികളിലേക്ക് സംയോജിപ്പിക്കുന്നു. മൂന്നാമത്തത് ദുരന്ത സാധ്യതയുള്ള മേഖലകൾക്കുള്ള തീർത്തടൽ അധിഷ്ഠിത വികസനത്തിനും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കും ഇത് ഊന്നൽ നൽകുന്നു. നാലാമത്തത് ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥ ദുർബലത സൂചികയുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. ഏതൊക്കെയാണ് ശരി? 1, 3, 4 ആണ് ഇതിൽ ശരി. 19 ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ച് ഉള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഉത്തരം എ ആണ്. 1, 2 മാത്രം. 1 ഹരിതഗൃഹവാതകം
ഉദ്വമനം കുറയ്ക്കുന്നതിന് അതിൻ്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 2. ഇത് 1997 അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 20. താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണവിശേഷതകൾ നൽകിയിരിക്കുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഉത്തരം സി ആണ് 1ഉം 4ഉം. 1. ഹൃദയപേശി കോശങ്ങൾ ശാഖകളില്ലാത്തവയാണ്. അവയിൽ ഒറ്റ ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്നു. ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത് 1ഉം 4ഉം ആണ്. 4. ഇന്റർകലോറ്റഡ് ഡിസ്ക് നേർത്തതും ഒറ്റ മെംബ്രേനസ് ഘടനയുള്ളതുമാണ്. 21. വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയിരിക്കുന്ന താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക എന്നതാണ്. താഴെ നൽകുന്ന കോമ്പിനേഷനുകളിൽ ഏതാണ് ശരി എന്നതാണ് ചോദിച്ചത്. ഉത്തരം എ ആണ്. 1, 3 ആണ്. തയാമിൻ ബെറിബറി. 2, 1 ആണ്. കാൽസിഫെറോൾ റിക്കറ്റുകൾ. 3 റെറ്റിനോൾ ആണ്. നൈക്ലോപ്പിയ ആണ്. 4 വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി സ്കർവി. 5 നിയാസിനാമൈഡ് പെലഗ്ര. 22 അമിനോ ആസിഡുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഉത്തരം ബി ആണ്. 2, 3 മാത്രമാണ് ശരിയായത്. 2 ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആസിഡാണ്. 3 സിസ്റ്റിൻ, മെത്തിനോനിൻ എന്നിവ സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളാണ്. 23 പ്രമേഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഉത്തരം ശരിയായത് ഏതാണെന്ന് ചോദിച്ചത്. ഉത്തരം എ ആണ്. 1ഉം 2ഉം മാത്രം. 1 ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഉപജായ വൈകല്യമാണ് പ്രമേഹം. 2 പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. 24 കാല അസർ രോഗം മൂലമുണ്ടാകുന്നത്. ഉത്തരം ഡി ലീഷ്മാനിയ ഡോണോവാനി. 25 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചത്. ഉത്തരം ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം. 26 എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകളാണ് എങ്കിൽ 5x + 8y എന്ന രൂപത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഉത്തരം സി ആണ്. 27 എക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബിക്ക് അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബി 5 ദിവസം കൊണ്ട് ജോലി ആരംഭിക്കുകയും തുടർന്ന് എ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നു. എ എത്ര ദിവസം ജോലി ചെയ്തു? ഉത്തരം ഡി 7 ദിവസം. 28 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 കിലോമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരേ ദിശയിൽ 6 കിലോമീറ്റർ/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരാളെ മറികടക്കാൻ എത്ര സമയമെടുക്കും? ഉത്തരം എ 8.2 സെക്കൻഡ്. 29 എ ബി എന്നീ 2 പട്ടണങ്ങൾ 120 കിലോമീറ്റർ അകലത്തിലാണ്. ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 55 കിലോമീറ്റർ/ഹവർ വേഗതയിൽ ആരംഭിക്കുന്നു. അതേസമയം മറ്റൊരു കാർ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 45 കിലോമീറ്റർ/ഹവർ വേഗതയിൽ ആരംഭിക്കുന്നു. അവ എപ്പോൾ കണ്ടുമുട്ടും? ഉത്തരം ബി 72 മിനിറ്റ്. 30 ഒരു ജ്യാമിതീയ പ്രോഗ്രഷൻ്റെ ആദ്യ 3 പദങ്ങളുടെ ആകെത്തുക 21ഉം അവയുടെ ഗുണഫലം 216ഉം ആണെങ്കിൽ പൊതു അനുപാതം എത്ര? ഉത്തരം ഡി 2. 31 ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ബി ആണ്. 49. 32ാമത്തെ ഉത്തരം സി ആണ്. 33 സിംഹം മാംസഭോജിയാണ്. പശു ഏതാണ്? ഉത്തരം സി ആണ്. സസ്യഭുക്കി. 34 ഒരു സാധാരണ ക്ലോക്കിൽ പുലർച്ചെ 3:45 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ ഡിഗ്രി അളവിൽ എത്രയാണ്? ഉത്തരം എ 157.5. 35ാമത്തെ ഉത്തരം ബി ആണ്. 3. 36ാമത്തെ സമ്മതമില്ലാതെ ഡാഷിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരു കുട്ടിയെ പ്രലോഭിക്കുന്നയാൾ തട്ടിക്കൊണ്ടുപോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു. ഉത്തരം ഡി നിയമപരമായ രക്ഷാധികാരി. 37 താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിന്റെ ഘടകമല്ലാത്തത്? ഉത്തരം ബി സമ്മതം.
38 മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. ഉത്തരം ഡി ആണ്. എ, ബി അല്ലെങ്കിൽ സി. 39 താഴെ പറയുന്നതിൽ ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? ഉത്തരം സി. ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തൽ. 40 സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് താഴെ പറഞ്ഞതിൽ ഏതാണ് ശരി? ഉത്തരം ഡി. 2, 3, 4 ആണ് ശരി. 2 ശരീരത്തിനും സ്വത്തിനും ഹാനികരമായ കാര്യങ്ങൾ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ്. പൊതുഅധികാരികളുടെ സംരക്ഷണം തേടൽ സമയമില്ലാത്തപ്പോൾ മാത്രമേ സ്വകാര്യ പ്രതിരോധം ലഭ്യമാകൂ. മാനസികാവസ്ഥയില്ലാത്ത വ്യക്തികൾക്കെതിരെ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ്. 41 BNSS വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ പറഞ്ഞവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം സി ആണ്. കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ അയക്കും. 42 വാറന്റ് കേസ് എന്നാൽ? ഉത്തരം ഡി ആണ്. വധശിക്ഷ, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം. 43 FIRന് സാധുവായ ആവശ്യകതയല്ല. ഉത്തരം സി ആണ്. കുറ്റകൃത്യത്തിന് ഇരയായാൽ അത് നൽകണം. 44 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയോ രേഖാമൂലമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയും അറിയപ്പെടുന്നത്? ഉത്തരം ബി പരാതി. 45 താഴെ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അടുത്തുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ വിവരം നൽകേണ്ട ബാധ്യതയുണ്ട്. ഉത്തരം ഡി വ്യാജ നാണയങ്ങൾ നിർമ്മിക്കൽ. 46 ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം സി ആണ്. കോടതി അനുവദിച്ച വാമൊഴി പ്രസ്താവനകളും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകളും തെളിവിൽ ഉൾപ്പെടുന്നു. 47 ഒരു പ്രതിയുടെ കുറ്റസമ്മതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ബി ആണ്. ബിയും ഐയും സിയെ കൊലപ്പെടുത്തി എന്ന എയുടെ കുറ്റസമ്മതം എയും ബിയും സംയുക്തമായി കുറ്റം ചുമത്തിയാൽ മാത്രമേ ബിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയൂ. 48 നിയമസാധുത പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു കേസിൽ ബിയുടെ നിയമനുസൃത മകനാണെന്ന് എ അവകാശപ്പെടുന്നു. ബിയുടെ സഹോദരങ്ങളും കസിൻസും എയെ ബിയും മാനസികമായി സ്ഥിരമായി പരിഗണിച്ചിരിക്കുന്നുവെന്ന് കോടതി കരുതുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം ഈ തെളിവിന്റെ സ്വീകാര്യതയെ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഉത്തരം ബി ആണ്. ബന്ധത്തെക്കുറിച്ച് പ്രത്യേക അറിവുള്ള കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം അത്തരമൊരു ബന്ധത്തിന്റെ നിലനിൽപ്പ് കാണിക്കുന്നതിന് പ്രസക്തമാണ്. 49 ഒരു അതിർത്തി തർക്കത്തിൽ ഒരു കക്ഷി സർക്കാർ പുറത്തിറക്കിയ ഒരു ഭൂപടത്തെ ആശ്രയിക്കുന്നു. അത് 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള വിഭജനം കാണിക്കുന്നു. 2023 ഭാരതീയ സാക്ഷ്യ അധിനിവേശത്തിലെ സെക്ഷൻ 30 പ്രകാരം കോടതി ഈ ഭൂപടത്തെ എങ്ങനെ പരിഗണിക്കും? എ പൊതുവിൽപ്പനയ്ക്കായി സാധാരണയായി വാഗ്ദാനം ചെയ്യുന്ന പ്രസിദ്ധീകരിച്ച ചാർട്ടുകളിൽ നടത്തിയ പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭൂപടം ഒരു പ്രസക്തമായ വസ്തുതയാണ്. 50 പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി കൊലപാതക ആയുധത്തിന്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നു. പരാമർശിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് ആയുധം വീണ്ടെടുക്കുന്നു. പ്രതിയുടെ മൊഴിയുടെ ഏത് ഭാഗമാണ് ഭാരതീയ സാക്ഷി അധിനിവേശം 2023 പ്രകാരം കോടതിയിൽ സ്വീകാര്യമാക്കുന്നത്? ഉത്തരം ബി ആണ്. കണ്ടെത്തിയ വസ്തുതയുമായി വ്യക്തമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ ഭാഗം മാത്രം. 51 വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏതു വകുപ്പിലാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ബി സെക്ഷൻ 8. 52 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവരാപേക്ഷ ഡാഷ് ആണെങ്കിൽ നിരസിക്കുന്നു. ഉത്തരം സി ഇത് പകർപ്പവകാശത്തെ ലംഘിക്കുന്നു. 53 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 പ്രധാന ഫോക്കസ് എന്തായിരുന്നു? ഉത്തരം സി മൂന്നാം കക്ഷി വിവരങ്ങൾ. 54 ലോകസഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഡി ആർട്ടിക്കിൾ 100. 55 ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കും? ഉത്തരം ബി 60 ദിവസം. 56 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം ചോർത്ത ഇത് ആർട്ടിക്കിളിന് കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ഉത്തരം സി ആർട്ടിക്കിൾ 279A.
57 ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയെയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയും? ഉത്തരം ബി ആർട്ടിക്കിൾ 86. 58 അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ച് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ഉത്തരം എ 44-ാം ഭേദഗതി. 59 ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം സി നിയമപ്രകാരം പാർലമെന്റിന്. 60 105-ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം സി ഒബ്സിക്കുകളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. 61 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവ് ആയ വ്യക്തിഗത ഡാറ്റ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കേണ്ടതാണ്? ഉത്തരം എ ഉചിതമെന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ അസോസിയേഷനുകളോ. 62 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ലിസ്റ്റ് 1 ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുക. ഉത്തരം എ ആണ്. 1 ഡി ആണ്. സെക്ഷൻ 66 മോഷണം തിരിച്ചറിയുക. സെക്ഷൻ 66 സി മോഷണം തിരിച്ചറിയുക. 2 സെക്ഷൻ 66 ഡി ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. സെക്ഷൻ 66 ഡി ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. സെക്ഷൻ 66 ഇ. സെക്ഷൻ 66 ഇ ഏതാണ്? സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66 ഇ സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66 എഫ്. സെക്ഷൻ 66 എഫ് സൈബർ ഭീകരത. സെക്ഷൻ 66 എഫ് സൈബർ ഭീകരത. 63 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ്. ഉത്തരം ബി ആണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 64 ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഉത്തരം സി ഡിജിറ്റൽ റുപ്പി. 65 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഷെഡ്യൂളിലാണ് ഇലക്ട്രോണിക് പകർപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്? ഉത്തരം ബി ആണ്. 2-ാം ഷെഡ്യൂൾ. 66 ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട്? ഉത്തരം സി 15 അക്കങ്ങൾ. 67 ഇന്റർനെറ്റ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ GPS എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം എ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. 68 താഴെ പറയുന്നവയിൽ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകഭേദം എന്താണ്? ഉത്തരം എ DDoS. 69 കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്യം കാണിക്കുന്നതിനെ കുറിച്ചുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ്? ഉത്തരം ഡി സെക്ഷൻ 65. 70 താഴെ പറയുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ATM സ്വന്തമായി ഒരു കമ്പ്യൂട്ടറല്ലെന്നും ATMകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചു. ഉത്തരം എ ഡൈബോൾഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് വി വാണിജ്യ നികുതി കമ്മീഷൻ. 71 ഏത് നവ ഫ്രോയിഡിനെയാണ് സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളിലുള്ള ഫ്രോയിഡിന്റെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്തത്? ഉത്തരം സി ആൽഫ്രഡ് അഡ്ലർ. 72 ഗസ്റ്റഡ് മനഃശാസ്ത്രജ്ഞൻ പൈ പ്രതിഭാസത്തെ പഠിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കുന്നു? ഉത്തരം സി ചലനം സംഭവിക്കാത്തപ്പോഴും നമ്മൾ ചലനം മനസ്സിലാക്കുന്നു. 73 പ്രകടനം കുറയുമ്പോൾ ടാസ്ക് സ്വിച്ചിങ് ചെലവുകൾ സംഭവിക്കുന്നു. കാരണം? ഉത്തരം ബി ജോലികൾക്കിടയിൽ ശ്രദ്ധ മാറ്റൽ. 74 പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്തൽ ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. ഉത്തരം ബി വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന്റെ ആഴം. 75 ഫ്ലിൻ പ്രഭാവം എന്താണ്? ഉത്തരം എ കാലാക്രമണ ശരാശരി IQ സ്കോറുകളിൽ കാണപ്പെടുന്ന വർധനവ്. 76 ഒരു സാമൂഹിക പരിപാടിയിൽ ഒരു വ്യക്തിയെ അറിയാതെ തന്നെ മറ്റുള്ളവയുടെ പുഞ്ചിരിയും ചിരിയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് പങ്കിട്ട പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണം? ഉത്തരം എ വൈകാരിക പകർച്ചവ്യാധി. 77 ഒരു വ്യക്തിക്ക് തീവ്രമായ ഭയവും പറക്കൽ ഒഴിവാക്കലും അനുഭവപ്പെടുന്നു. ഇത് അവരുടെ യാത്ര ആവശ്യമായ ജോലിയെ തടസ്സപ്പെടുത്തുന്നു. അവരുടെ തെറാപ്പിസ്റ്റ് അവരെ സഹായിക്കാൻ സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കുന്നു. ഈ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ബി വിശ്രമ വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജകങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ.
78 ഒരു പ്രത്യേക പാശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾ മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഒരു അധ്യാപകൻ അനുമാനിക്കുകയും തൽഫലമായി അവർക്ക് കുറഞ്ഞ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. ഇത് മോശം പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതിനൊരു ഉദാഹരണം. ഉത്തരം എ ആണ് സ്വയം നിറവേറ്റുന്ന പ്രവചനം. 79 മധ്യവയസ്സിൽ മറ്റുള്ളവർക്ക് സംഭാവന നൽകാതെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയെ യുവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉത്തരം എ സ്തംഭനാവസ്ഥ. 80 പാരമ്പര്യാന്തര തലത്തിൽ ധാർമ്മിക ന്യായവാദം പ്രചോദിപ്പിക്കുന്നത് ഇവയാണ്. ഉത്തരം ഡി അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും. ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ പറഞ്ഞു പോവാം. 81 ഉത്തരം ബി ആണ് അഡ്വർബ്. 82 സി ഹാവ് ബീൻ റിക്വസ്റ്റിംഗ്. 83 ഡി മൈ ഫ്രണ്ട് ഹൂ വാസ് ഇൻ ദുബായ് കെയിം യെസ്റ്റർഡേ ആൻഡ് ഗേവ് മീ സം ഗിഫ്റ്റ്സ്. 84 എ ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് എ ജോയിൻഡ്. 85 സി ഫോർ. 86 ക്യുവർ. 87 ബി ഓൾ. 88 കോൾഡ് ഓഫ്. 89 അൺപ്ലസന്റ് സിറ്റുവേഷൻ. 90 അക്വൈൻറ്റൻസ്. മലയാളമാണ്. ചുവടെ ചേർത്തിരിക്കുന്ന ശരിയായ പദമേത്? ഉത്തരം സി വിമ്മിട്ടം. 92 അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഉത്തരം ബി ഇലയിട്ട് ചവിട്ടുക. 93 മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? മഹാചരിതം. സി ആണ് മഹാചരിതം. 94 വണ്ടി എന്ന അർത്ഥം വരാത്ത പദമേത്? ഉത്തരം എ പീലിക. 95 ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഉത്തരം സി വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. 96 ഗൃഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം ഏത്? ഉത്തരം ബി ആണ് സ്പൃഹണീയം. 97 ചുവടെ ചേർത്തിരിക്കുന്നതിൽ ബഹുതത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഉത്തരം സി ആണ് ഞമ്മൾ. 98 കൊലയാനയുള്ളപ്പോൾ കൊഴിയാന മർദ്ദിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഉത്തരം ഡി ആണ് ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. 99 ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതിയത് എങ്ങനെ? ഉത്തരം എ ദിക്ക് പ്ലസ് മുഖം. 100 ബ്രെവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം സംക്ഷിപ്തത. താങ്ക് യു.